മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ 7ാം സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ബിഗ് ബോസ് സീസൺ 7 ആയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളം ടെലിവിഷൻ ആരാധകര്. സീസൺ 7ന്റെ അപ്ഡേറ്റുകൾ കഴിഞ്ഞ മാസമായിരുന്നു ഏഷ്യാനെറ്റ് ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ടെന്നേ. ലാലേട്ടൻ തന്നെ അവതാരകനായിട്ടെത്തുന്ന ഈ ഒരു ഷോയിൽ ആരൊക്കെയാണ് ഇത്തവണ മത്സരാർത്ഥികൾ ആയിട്ടെത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ. ഇപ്പോൾ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ആരൊക്കെയായിരിക്കും മത്സരിക്കാൻ പോകുന്നതെന്ന് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലെ ഒന്നാമത്തെ വ്യക്തി ആരെ നോക്കുകയാണെങ്കിൽ റാപ്പറും സോങ് റൈറ്ററൊക്കെ ആയിട്ടുള്ള വേടനാണ്. വേടൻ ഇതിനോട് തന്നെ ഒരുപാട് കോൺട്രവേഴ്സികളും അതോടൊപ്പം തന്നെ ഒരുപാട് യുവാക്കളുടെ ഹരമായിട്ട് മാറിയതായിരുന്നു. വേടന്റെ പാട്ടുകൾ തന്നെയാണ് വേടനെ പ്രിയപ്പെട്ടവനാക്കിയത്. വേടൻ ഇത്തവണ ബിഗ് ബോസ് സീസൺ 7ന്റെ ഭാഗമാകുവാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകരെ കൂടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ ബിഗ് ബോസ് സീസൺ 7 വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ വ്യക്തി ആരെന്ന് നോക്കുകയാണെങ്കിൽ നടനും ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്താണ്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് മലയാള സിനിമകളിലൂടെ അതോടൊപ്പം തന്നെ തമിഴ് തെലുങ്ക് സിനിമകളിലും ഭാഗമായിട്ടുള്ള നടനാണ് അപ്പാനി ശരത്ത്. മികച്ച അഭിനേതാവ് എന്ന രീതിയിൽ തന്നെയായിരുന്നു അങ്കമാലി ഡയറസ് എന്ന് പറയുന്ന സിനിമയായിരുന്നു അപ്പാനി ശരത്തിന്റെ ആദ്യ ചിത്രം തന്നെ വൻ വിജയമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കൈനിറെ നിരവധി ചിത്രങ്ങൾ അപ്പാനി ശരത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഈ ഒരു താരം ഈ ഒരു ഷോയുടെ ഭാഗമാകുകയാണെങ്കിൽ റേറ്റിംഗും അതോടൊപ്പം തന്നെ പ്രേക്ഷകരും കൂടാൻ സാധ്യതകളേറെയാണ്. അതോടൊപ്പം ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ വ്യക്തി ആരെന്ന് നോക്കുകയാണെങ്കിൽ ബിജു സോപാനാണ്. ഉപ്പും മുളകും എന്ന് പറയുന്ന ഒറ്റ പ്രോഗ്രാം മാത്രം മതി ബിജു സോപാനത്തിനെ നമുക്ക് ഓർത്തെടുക്കാൻ. എന്തൊക്കെയാണ് ഈ ഒരു ഒറ്റ പ്രോഗ്രാമിനോട് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായിട്ട് മാറിയ ബിജു സോപാനം ഇത്തവണ ബിഗ് ബോസ് സീസൺ 7 എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയുള്ളൂ ആരാധകരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ തന്നെ വർധന ഉണ്ടാകും. സീസൺ 5 മുടിയൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീസൺ 7 ബിജു സോപാനം എത്തുവാണെങ്കിലും റേറ്റിംഗിനും അതോടൊപ്പം തന്നെ വ്യൂവേഴ്സിനും എണ്ണം കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇത്തവണ ബിഗ് ബോസ് സീസൺ 7 പങ്കെടുക്കാൻ സാധ്യതയുള്ള മറ്റൊരു മത്സരാർത്ഥി ആരെന്ന് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 എത്താൻ പോകുന്ന മറ്റൊരു മത്സരാർത്ഥി ആരെന്ന് നോക്കുകയാണെങ്കിൽ മലയാള ടെലിവിഷൻ പ്രേമികൾക്ക് സുപരിചിതമായിട്ട് മാറിയിട്ടുള്ള നടിയാണ് ആക്ട്രസ് ഐശ്വര്യ റംസായ് എന്ന് പറയുന്ന ആക്ട്രസ്. മൗനരാഗം എന്ന് പറയുന്ന ഒറ്റ സീരിയലിലൂടെ തന്നെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെയാണ് ഐശ്വര്യ റംസായ് ഇതിനോട് തന്നെ നേടിയെടുത്തിട്ടുണ്ടായത്. തമിഴ് ബേസ്ഡ് ആണെങ്കിലും മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട ആക്ട്രസ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഐശ്വര്യ റംസായ് ഇത്തവണ സീസൺ 7 എത്തുകയാണെങ്കിൽ അതും പ്രേക്ഷകരുടെ എണ്ണത്തിൽ വൻ വർധനവ് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏഷ്യാനെറ്റ് ചാനലിലാണ് മൗനരാഗം സീരിയൽ സംപ്രേഷണം ചെയ്തു വരുന്നത്. ബിഗ് ബോസ് സീസൺ 7 ഭാഗമാകുന്ന മറ്റൊരു താരം ഏതെന്ന് നോക്കുകയാണെങ്കിൽ അനുമോളാണ്. അനുമോളിനെ നമുക്ക് എല്ലാവർക്കും തന്നെ പരിചിതമാണ്. കാരണം ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒറ്റ പ്രോഗ്രാമിലൂടെ തന്നെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ സ്വന്തമാക്കിയ താരമാണ് അനുമോൾ. അതുകൊണ്ട് തന്നെ അനുമോൾ ഇത്തവണ സീസൺ 7 ഭാഗമായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പ്രേക്ഷക പിന്തുണ ഈ ഒരു ഷോയ്ക്ക് നേടിയെടുക്കാനാവും. അതോടൊപ്പം തന്നെ ഇത്തവണ മത്സരിക്കാനെത്തുന്ന മറ്റൊരു മത്സരാർത്ഥി ആരാണെന്ന് നോക്കുകയാണെങ്കിൽ രേണുസുതിയാണ്. ഇതിനോടങ്ങനെ മോഡലിംഗ് രംഗത്ത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച രേണുസുതിയുടെ ഓരോ പോസ്റ്റുകളും അതോടൊപ്പം വീഡിയോകളെല്ലാം തന്നെ വലിയ രീതിയിൽ കോൺട്രവേഴ്സിക്ക് അതോടൊപ്പം ട്രോളുകൾക്കും ഇരയാകുന്നുണ്ട്. അന്തരിച്ചുപോയ നടൻ സുധിയുടെ ഭാര്യ കൂടിയാണ് രേണുസുതി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ രേണുസുതിക്ക് നിരവധിയാണ്. ബിഗ് ബോസ് സീസൺ 7 എത്താൻ പോകുന്ന മറ്റൊരു മത്സരാർത്ഥി ആരെന്ന് നോക്കുകയാണെങ്കിൽ ബിനീഷ് ബാസ്റ്റൻ എന്ന് പറയുന്ന ആക്ടറാണ്. ബിനീഷിനെ എല്ലാവർക്കും തന്നെ അറിയാം. ടീമേ എന്നുള്ള ഒറ്റ വിളി കൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനായിട്ട് മാറി ബിനീഷ് ബാസ്റ്റൻ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ബിനീഷ് ബാസ്റ്റൻ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തരംഗം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്തവണ ഈ ഒരു ഷോയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിരവധി പ്രേക്ഷകരെ ഈ ഒരു ഷോയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത്തവണ മത്സരിക്കാനെത്തുന്ന മറ്റൊരു മത്സരാർത്ഥിയായിട്ട് അറിയാൻ സാധിച്ചിരിക്കുക ശാരികയാണ്. ശാരികനെ ഇതിനോടൊപ്പം തന്നെ നിരവധി ഇന്റർവ്യൂസിലൂടെ തന്നെ നമുക്ക് പരിചിതമാണ്. ആങ്കറായിട്ട് മാറിയ ശാരിക തൻ്റെ മേഖലയിൽ വലിയ രീതിയിൽ ശോഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയും ശാരിക ഇത്തവണ മത്സരിക്കാൻ എത്തുന്നതാണ് കൺഫേംഡ് ആയിട്ടാത്ത അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സീസൺ 7 വരാനുള്ള മറ്റൊരു മത്സരാർത്ഥി ആരെന്ന് നോക്കിയാൽ ബബി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഏകദേശം 188K ഫോളോവേഴ്സുള്ള ഈ ഒരു താരത്തിന് വലിയ രീതിയിൽ തന്നെ ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. താരത്തിന്റെ വീഡിയോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കൂടുന്നതാണ്. ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ എത്താൻ പോകുന്നത് ബബിയാണെന്നാണ് പുറത്തു വരുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്താൻ പോകുന്ന മറ്റൊരു മത്സരാർത്ഥി ആരെന്ന് നോക്കുകയാണെങ്കിൽ ടെലിവിഷൻ ഷോകളിലൂടെ നമുക്ക് സുപരിചിതനായിട്ട് മാറിയിട്ടുള്ള ആദിത്യൻ ജയനാണ്. ആദിത്യൻ ജയൻ ഇത്തവണ ബിഗ് ബോസ് സീസൺ 7 ഭാഗമാകുന്നതാണ് പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് കാത്തിരിക്കാം വരും അപ്ഡേറ്റിനായിട്ട്. അപ്പോൾ ഇത്രയും പേരുടെ പേരുകളൊക്കെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് മാറുമോ ഇതെന്ന് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ആരൊക്കെ മത്സരാർത്ഥികളായിട്ട് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.